മഞ്ജു പത്രോസിന്റെ ഭർത്താവായിട്ടുള്ള സുനിച്ചേന് കഴിഞ്ഞ ദിവസം മെയിൻ സ്ട്രീം എന്ന് പറയുന്ന ഒരു ചാനൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. പലരും അത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പുള്ളിക്കാരൻ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത്. റീസെന്റ് മഞ്ജു പത്രോസ് ഒരുപാട് ഇന്റർവ്യൂസ് കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയുടെ ഇന്റർവ്യൂ കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. പക്ഷെ കണ്ടു കഴിഞ്ഞ സമയത്ത് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ. ഇനി ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞോട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയാണ് ഈ പറയുന്ന മഞ്ജു പത്രോസ്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് പുള്ളിക്കാർ ഒരു 3 കൊല്ലം മുമ്പേ ഫ്ലവേഴ്സ് 1 കോടി എന്ന പരിപാടിയിൽ പോയി പറഞ്ഞ കാര്യങ്ങളാണ്. പുള്ളിക്കാർ പങ്കെടുത്ത എപ്പിസോഡ് പലരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം അത്രത്തോളം പോപ്പുലർ ആയ ഒരു എപ്പിസോഡ് ആയിരുന്നു. ഇപ്പൊ യൂട്യൂബിൽ ഏകദേശം 43 ലക്ഷത്തോളം ആളുകൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അത്രത്തോളം ഹിറ്റ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് ആയിരുന്നു. അന്ന് നമ്മൾ അതെടുത്ത് റിയാക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ എപ്പിസോഡ് അത്രത്തോളം ഹിറ്റ് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ തന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് മഞ്ജു പത്രോസ് ആദ്യമായി വെളിപ്പെടുത്തിയത് ആ ഷോയിൽ വെച്ചിട്ടാണ്. അന്ന് ഒരുപാട് കാര്യങ്ങൾ മഞ്ജു പത്രോസ് പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അതിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം വീഡിയോയിലേക്ക് കിടക്കാം. എന്നാൽ മാത്രമേ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായി കണക്ട് ആവത്തുള്ളൂ. അപ്പൊ എന്തൊക്കെയായിരുന്നു അന്ന് മഞ്ജു പത്രോസ് പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞത്? പ്രധാനമായും തന്റെ വിവാഹ ജീവിതത്തിൽ തനിക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളായിരുന്നു അന്ന് മഞ്ജു പത്രോസ് മെയിനായിട്ട് സംസാരിച്ചിരുന്നത്. കല്യാണം കഴിയുന്നത് വരെ വളരെ നന്നായി ജീവിച്ചു പോയ ഒരാളായിരുന്നു ഈ പറയുന്ന മഞ്ജു പത്രോസ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സുനിച്ചനുമായിട്ടുള്ള കല്യാണം വരുന്നത്. അങ്ങനെ കല്യാണമൊക്കെ കഴിച്ചു വിവാഹ ജീവിതത്തിലേക്ക് കടന്നതോടുകൂടി പുള്ളിക്കാരുടെ സ്ട്രഗ്ലിംഗ് ലൈഫ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ മതിയല്ലോ. കല്യാണ സമയത്ത് ഈ പറഞ്ഞ മഞ്ജു പത്രോസ് 21 പവൻ സ്വർണവുമായിട്ടാണ് പുള്ളിക്കാരിയുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. പക്ഷെ അന്ന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ആ 21 പവൻ സ്വർണം മുഴുവനും ഭർത്താവ് അങ്ങോട്ട് ഊരി കൊണ്ടുപോയി എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കല്യാണ ദിവസം രാത്രി തന്നെ സ്വർണം മുഴുവനും ഭർത്താവിന് ഊരി കൊടുക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് എത്രത്തോളം ഭീകരമാണ്, എത്രത്തോളം ഭയാനകമാണ്. ഇനി അങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ 1 രൂപ പോലും കയ്യിലില്ലാതെയാണ് ഈ പറയുന്ന മഞ്ജു പത്രോസിന്റെ ഭർത്താവ് കല്യാണ പരിപാടികൾ നടത്തിയത്. കല്യാണ പരിപാടികൾ നടത്തുക മാത്രമല്ല ചെയ്തത്, പുള്ളിക്കാരന്റെ വീട് മൂടി പിടിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതിനെല്ലാം കൂടെ ആയിട്ട് വലിയൊരു തുക ചെലവായിട്ട് വന്നു. പക്ഷെ അതെല്ലാം പുള്ളിക്കാരൻ കടം വാങ്ങിച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത്. എന്ത് മുന്നിൽ കണ്ടിട്ടാണ്? വീട്ടിലേക്ക് വന്ന് കയറുന്ന പെണ്ണിന്റെ സ്വർണം മുന്നിൽ കണ്ടിട്ട് മാത്രം. അങ്ങനെ കടം വാങ്ങിച്ച് ഈ പരിപാടികളെല്ലാം തീർത്തു. കല്യാണ ദിവസം രാത്രി ഈ പറയുന്ന കല്യാണ പെണ്ണിന് സ്വർണവും മൂരി കൊണ്ടുപോയി ആ കടങ്ങളെല്ലാം വീട്ടി. എന്നിട്ട് മുഴുവനായിട്ട് വീട്ടുകയും ചെയ്തു. അതും ചെയ്തില്ല. പിന്നെയും ഒരുപാട് കടം ഈ പറയുന്ന സുനിച്ചിനെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുണ്ടായിരുന്നു. അതിനുശേഷമുള്ള മഞ്ജു പത്രോസിന്റെ ജീവിതം എന്ന് പറയുന്നത് കടക്കാരോട് മറുപടി പറയുക എന്നുള്ളത് മാത്രമാണ്. വീട്ടിൽ എപ്പോഴും കടക്കാരാണ്. സുനിച്ചനാണെങ്കിൽ പലപ്പോഴും വീട്ടിൽ ഉണ്ടാവാറുമില്ല. അപ്പൊ അന്നേരം ഈ കടക്കാരെല്ലാം വരുമ്പോഴെല്ലാം അവർക്ക് മറുപടി പറയലായിരുന്നു മഞ്ജു പത്രോസിന്റെ പണി എന്ന് പറയുന്നത്. ഒരു കല്യാണ പെണ്ണിന്റെ അവസ്ഥയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എത്രത്തോളം ഭീകരമാണെന്ന് ആലോചിച്ച് നോക്കൂ. എന്തായാലും ഫ്ലവേഴ്സ് ടിവിയിലെ പ്രോഗ്രാമിനിടെ മഞ്ജു പത്രോസ് അതിനെ കുറിച്ച് പറഞ്ഞ ചെറിയൊരു ഭാഗം ഞാൻ അവിടെ പ്ലേ ചെയ്യാം. എങ്ങനെയൊക്കെ ഇനി ഉറങ്ങിയിട്ടില്ല എന്ന് പറയാം. അത്രയ്ക്കും കടവും പിന്നെ നമ്മളല്ലേ വീട്ടിൽ പെണ്ണുങ്ങളെല്ലാം ഇരിക്കാം. എനിക്ക് ഇപ്പോഴായിട്ട് കോളിംബെൽ വെക്കുമ്പോൾ ഞാനിങ്ങനെ ഞെട്ടും. എനിക്ക് ആ വീട്ടിലെ കോളിംബെൽ ഭയങ്കര ചേരുന്നു. ഓക്കെ, ഇതായിരുന്നു അന്നത്തെ മഞ്ജു പത്രോസിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഭർത്താവ് വരുത്തി വെച്ച കടം കാരണം കടക്കാരോട് മറുപടി പറഞ്ഞ് മാത്രം ജീവിതം തള്ളി നീക്കേണ്ട അവസ്ഥ. ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കുറച്ചു കാലം മഞ്ജു പത്രോസിന് ജീവിതം തള്ളി നീക്കേണ്ടി വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവർക്ക് വെറുതെ അല്ല ഭാര്യ എന്ന പരിപാടിയിൽ പങ്കെടുക്കാനുള്ള അവസരം വരുന്നത്. അതിൽ ഈ പറഞ്ഞ സുനിച്ചനും മഞ്ജു പത്രോസും പോയി പങ്കെടുക്കുകയും ചെയ്തു കേട്ടോ. അവരതിൽ ഫൈനലിസ്റ്റ് ആവുകയും ചെയ്തു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ആ പരിപാടിയിലൂടെയാണ് മഞ്ജു പത്രോസിനെയും ഭർത്താവിനെയും മലയാളികൾക്ക് സുപരിചിതമാകുന്നത്. എനിവേ, ഇവർ ആ റിയാലിറ്റി ഷോയിൽ പോയി പങ്കെടുത്തു. അതിനുശേഷം സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ പറഞ്ഞ മഞ്ജു പത്രോസിന്റെ ഭർത്താവ് ഒരു 2016 ആയ സമയത്ത് നേരെ ഗൾഫിലേക്ക് അങ്ങോട്ട് മുങ്ങി. പുള്ളിക്കാരൻ എന്തോ ഓർക്കസ്ട്രയും പരിപാടികളൊക്കെ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് മൂപ്പര് നൈസായിട്ട് ഗൾഫിലേക്ക് മുങ്ങിയതാണ്. പക്ഷെ അതിനുശേഷം കുടുംബഭാരം ഒറ്റയ്ക്ക് ചുമക്കേണ്ട അവസ്ഥയിലേക്ക് ഈ പറയുന്ന മഞ്ജു പത്രോസ് മാറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരുപാട് കടങ്ങൾ വരുത്തി വെച്ചിട്ടാണ് ഭർത്താവ് ഗൾഫിലേക്ക് മുങ്ങുന്നത്. സ്വന്തമായിട്ട് ആ സമയത്ത് ഇവർക്ക് വീട് പോലുമില്ല. ഒരു മകനുണ്ട്. ഈ ഒരു അവസരത്തിൽ ഒരു പെണ്ണ് എന്ത് ചെയ്യും? നിങ്ങൾ തന്നെ പറ. അവിടെയാണ് മഞ്ജു പത്രോസ് എന്ന് പറയുന്ന സ്ത്രീ റിയൽ ഇൻസ്പിറേഷനായി മാറുന്നത്. പുള്ളിക്കാർ എന്ത് ചെയ്തു? കിട്ടിയ അവസരങ്ങളെല്ലാം വിനിയോഗപ്പെടുത്തി സിനിമകളിലും സീരിയലുകളിലും ഒക്കെ നിർത്താതെ അഭിനയിക്കാൻ തുടങ്ങി. ഒരുപാട് കോണ്ടാക്ട്സ് ബിൽഡ് ചെയ്തു. അതിലൂടെ അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങി. ഇതൊക്കെ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാണെങ്കിൽ ഭർത്താവ് വരുത്തി വെച്ച കടങ്ങൾ വീട്ടണം, സ്വന്തമായിട്ടൊരു വീടെടുക്കണം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഇതിനു വേണ്ടി മാത്രമായിരുന്നു. ഒരുപാട് വർഷം മഞ്ജു പത്രോസ് ഇങ്ങനെ ഒറ്റയ്ക്ക് നെട്ടോട്ട് മൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാർ ഒരു 4 മാസം മുന്നേ കൊടുത്തൊരു ഇന്റർവ്യൂവിൽ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് കേട്ടു. സ്ക്രീനിൽ ഉണ്ടായ ഇമോഷണൽ രംഗത്തേക്കാൾ കൂടുതൽ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടായിരിക്കും. ഓ, തീർച്ചയായും. അപ്പൊ നമ്മൾ പറയും ജീവിതത്തിന് എല്ലാ തരം വേണം, അപ്സ് ആൻഡ് ഡൗൺസ് വേണം, നമുക്ക് എല്ലാ തരം സുഖ ദുഃഖങ്ങളൊക്കെ വരണം, സന്തോഷം മാത്രമാണ് ജീവിതം എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. മഞ്ജു ചേച്ചിയുടെ ഒരു POVയിൽ എങ്ങനെയാ ജീവിതം എല്ലാം കൂടി വരുന്നതാണോ? ജീവിതമായിട്ട് വിളിക്കാൻ എല്ലാം കൂടിയൊക്കെ വരും. പക്ഷെ ഇത്രയും അപ്പ് ആൻഡ് ഡൗൺസ് വേണ്ട അല്ലേ? വല്ലാത്ത ഇറക്കമാണ്. വല്ലാത്ത ഇറക്കമാണ്. അവിടെ നിന്ന് പോരാനായിട്ട് എന്താണെന്നറിയാമോ, ഇത്ര ഇറക്കം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോപ്പ് നഷ്ടപ്പെട്ടു പോകും. ഏതെങ്കിലും പോയിന്റിൽ ഗിവ് അപ്പ് ചെയ്തിട്ടുണ്ടോ? എത്ര വട്ടം
അയ്യോ എനിക്കത് ആലോചിക്കാൻ പോലും ഇഷ്ടമല്ല. എനിക്ക് അത് ശരിക്കും ഇപ്പൊ കിട്ടുന്ന നമ്മുടെ പ്രൊഫഷനിൽ നിന്ന് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്നതാണോ അതല്ലെങ്കിൽ റിയൽ ലൈഫിൽ ലൈഫിൽ ഇൻഡസ്ട്രിയിലൊന്നും എനിക്ക് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ലേ. ഇൻഡസ്ട്രിയിലൊക്കെ അതാ ഞാൻ പറയാം ഭാഗ്യമുള്ള ആളാണെന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ട സ്പേസിൽ നിന്ന് എനിക്ക് തോന്നുന്ന മാസത്തിൽ 4-5 ദിവസമാണ് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നത്. അത്രയും ദിവസം ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ കാരുണ്യം, അയ്യോ അതൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. പക്ഷേ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ എനിക്ക് അതായത് ഓർക്കാൻ ഇഷ്ടമല്ല, അത് ഓർക്കാതെ മറന്നുപോയ സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഈ ഓർക്കാൻ ഇഷ്ടമില്ല എന്ന് ഉദ്ദേശിച്ചത് ഈ ജീവിതത്തിൽ കടം കൊണ്ട് ബുദ്ധിമുട്ടിയ കാര്യങ്ങളെ കുറിച്ചാണ്. എനിവേ, പുള്ളിക്കാരുടെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലേ പുള്ളിക്കാർ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. മാസത്തിൽ വെറും 4-5 ദിവസം മാത്രമേ വിശ്രമിക്കാറുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള സമയം മൊത്തം സിനിമാ സെറ്റുകളും സീരിയൽ സെറ്റുകളിലും ഒക്കെ ഓട്ടം തന്നെയാണ്. അങ്ങനെ ഓടിയാണ് ഇന്ന് കാണുന്ന അവസ്ഥയിലേക്കെങ്കിലും മഞ്ജു പത്രോസ് എത്തിയത്. ഇല്ലെങ്കിൽ എന്നെ കടക്കണി കാരണം ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നേനെ. എന്തായാലും മഞ്ജു പത്രോസിന് പറയുള്ളൂ, ബാക്കിയുടെ കേട്ടോക്കാം. അപ്പോൾ എല്ലാവരും പറയും, കഴിഞ്ഞ ദിവസം ഞാൻ വനിതാ ദിനത്തിൽ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ ഒരാൾ നിന്നിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇവർ അത്ര ഈസിയൊന്നുമല്ല. ഒരു ഘട്ടത്തിനെ ഇവർ പറയും, രാവിലെ എഴുന്നേറ്റ് നിന്ന് കണ്ണാടിയിൽ നോക്കിയിട്ട് പറ നീ സൂപ്പറാണ്, നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഓ മോളെ ലവ് യു ബെസ്റ്റ് എന്നൊക്കെ പറ. ഇത് പറയാനേ പറ്റുള്ളൂ. ഇത് എൻ്റെ പൊന്നെ, പിറ്റേ ദിവസം വാടക കൊടുക്കാൻ പൈസ ഇല്ലാത്ത ഒരാൾക്ക് കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് യു ആർ ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുമോ? എന്നിട്ട് പറയണം നമ്മൾ വാടകക്കാരൻ്റെ മുഖം ഓർമ്മ വരും. അത് കഴിഞ്ഞിട്ട് പറയാണ് ഒരു പെൻസില് ഷാർപ്പൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ പാവപ്പെട്ട അമ്മമാരൊക്കെ എന്ന് പറയാണ് നന്നായിട്ട് എഴുതാൻ പറ്റും. ഇതുപോലെയാണ് നിങ്ങൾ. ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളെ ഷാർപ്പൺ ചെയ്യണം. ഒരു മരത്തടീനെ ഷാർപ്പൺ ചെയ്യുന്ന പോലെയാണോ മനസ്സും വിവേകവും ചിന്തയും വേദനയുള്ള ശരീരത്തിന് ഷാർപ്പൺ ചെയ്യുന്നത്? അപ്പോൾ അത്തരം പൊള്ള വാക്കുകളിൽ ഒരു പ്രസക്തിയില്ല. ഈ നമ്മൾ ഇതിനകത്ത് പോകുമ്പോൾ ഇൻസ്റ്റാ റീലിൽ പോകുമ്പോൾ ഇങ്ങനെ മനുഷ്യനെ പറ്റിക്കുന്ന കുറേ മനുഷ്യരെ അവിടെ കാണാറുണ്ട്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ട് ശുദ്ധ മണ്ടത്തരം പറയുന്നത്. ഇതൊന്നും ജീവിതത്തിൽ ആപ്ലിക്കബിൾ അല്ല. ജീവിതത്തിൽ അങ്ങനെയുള്ള ഘട്ടത്തിൽ കൂടെ നിൽക്കാൻ ഒരു സുഹൃത്ത്, 2 മനുഷ്യരൊക്കെ വേണം. ആ പറഞ്ഞത് കറക്റ്റാണ്. പക്ഷെ അത്തരം സന്ദർഭങ്ങളിൽ മഞ്ജു പത്രോസിന് കൂടെ നിൽക്കാൻ ഭർത്താവ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ല. മഞ്ജു പത്രോസ് തന്നെ മുമ്പൊരിക്കൽ മറ്റേ വെറുതെ അല്ല ഭാര്യ എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ടൊരു ഇന്റർവ്യൂ കൊടുത്തപ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് കേട്ടു. ഹസ്ബൻഡ് ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ വരാൻ പറ്റിയത് എന്നുള്ളതൊക്കെ സത്യമാണ് കേട്ടോ. പുള്ളി ഉണ്ടായിരുന്നുകൊണ്ടാണ് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയത്, ഒക്കെ ശരിയാണ്. പക്ഷേ അതിനുശേഷം നമുക്ക് ഇവിടെ നിലനിൽക്കണമെങ്കിൽ കഴിവ് വേണമല്ലോ. തീർച്ചയായും നമുക്ക് അഭിനയിക്കാൻ സാധിക്കണ്ടേ? അല്ലാതെ ഒരാളെ കണ്ടിട്ട് എന്നെ വിളിക്കണമെന്ന് ഇല്ലല്ലോ. എന്നെ വിളിച്ചാൽ അഭിനയിക്കും എന്നുള്ളവരല്ലേ എന്നെ അതിലേക്ക് തിരഞ്ഞെടുക്കുകയുള്ളൂ. അപ്പോൾ വഴി തുറന്നു തന്നത് ഇതേപോലെ അദ്ദേഹവും കൂടി ആയിരിക്കാം. എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ, പുള്ളി സമ്മതിച്ചത് കൊണ്ടല്ലേ വർക്കിനൊക്കെ പോകാൻ സാധിച്ചത്. അപ്പൊ പുള്ളീനെ ഒരിടത്തും മെൻഷൻ ചെയ്യുന്നില്ലല്ലോ എന്ന് പറയാറുണ്ട്. ഓഫ് കോഴ്സ് പുള്ളി സമ്മതിച്ചുകൊണ്ടാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് സമ്മതിച്ചില്ല എങ്കിൽ വേറെ എന്ത് വഴി. ഇപ്പോൾ രമ്യയോട് ഞാൻ പറയുന്നു, രമ്യ പോവണ്ട, ഈ വർക്കിന് പോകണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ രമ്യക്ക് ജീവിക്കാനുള്ള മറ്റൊരു വഴി തുറന്നു കാണിക്കണം, അല്ലെങ്കിൽ ഞാൻ തരണം. അതെ അല്ലേ? അതല്ലാത്ത പക്ഷം എനിക്കത് പറയാനുള്ള അധികാരമില്ല. അപ്പം അത് എല്ലാവരുടെയും നീഡായിരുന്നു. ഞാൻ വർക്കിന് പോവുക എന്നുള്ളത് എൻ്റെ ഫാമിലിയുടെ നീഡായിരുന്നു. അത് ഒരാളോട് ചെയ്ത ഔദാര്യമൊന്നും ആയിരുന്നില്ല. അതാണ് ഇതിൽ നിന്നും പറയാതെ മഞ്ജു പത്രോസ് പറഞ്ഞു വെക്കുന്നത് തന്റെ ഭർത്താവ് തനിക്ക് ചെലവിൽ തരാറില്ലായിരുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് തനിക്ക് നിരന്തരമായി അഭിനയിക്കേണ്ടി വന്നത് എന്ന് തന്നെയാണ് ഇവിടെ മഞ്ജു പത്രോസ് പറയാതെ പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. കല്യാണം കഴിഞ്ഞ് ഭർത്താവ് തന്നെ വരുത്തി വെച്ച ഒരുപാട് കടങ്ങൾ, ആ കടങ്ങളെല്ലാം ബാക്കി വെച്ചുകൊണ്ട് ഭാര്യയെ ജോലിക്ക് പറഞ്ഞയക്കുന്നത് പോട്ടെ, ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകുക, അങ്ങനെ ഒരു സംഭവമേ ആ മനുഷ്യന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മഞ്ജു പത്രോസിന്റെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതിനിടക്കാണ് 2016 ആയപ്പോഴേക്കും ഇങ്ങനെ ഗൾഫിലേക്ക് മുങ്ങുന്നത്. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നെട്ടോട്ടമായിരുന്നു മഞ്ജു പത്രോസിന്റെ ജീവിതം എന്ന് പറയുന്നത്. എന്തായാലും അന്ന് ഗൾഫിലേക്ക് മുങ്ങിയ ആള് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നാട്ടിൽ തിരിച്ചെത്തി കേട്ടോ. അതിനുശേഷമാണ് ഇപ്പൊ മെയിൻ സ്ട്രീം മണ്ണിൽ ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത്. ഇങ്ങേരുടെ ആദ്യ ഇന്റർവ്യൂ ഞാൻ എന്തായാലും ഇന്നലെ രാത്രി ഇങ്ങേരുടെ ഇന്റർവ്യൂ മുഴുവനും ഇരുന്ന് കണ്ടു കേട്ടോ. ഏകദേശം 35 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു ഇന്റർവ്യൂ ആണിത്. ഉള്ളത് പറയാലോ, ഈ ഇന്റർവ്യൂ കണ്ട സമയത്ത് ഇങ്ങേരെ ഏതൊരു ഡ്രീം വേൾഡിൽ ജീവിക്കുന്ന പോലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇങ്ങേരുടെ ഓർക്കസ്ട്ര, അതിന്റെ ഭാവി, അതിനെ കുറിച്ചല്ലാണ്ട് നിങ്ങൾക്ക് വേറെ ചിന്തയൊന്നും ഇല്ല എന്ന് പോലും എനിക്ക് തോന്നി പോയിട്ടുണ്ട് ഇങ്ങേരുടെ ഇന്റർവ്യൂ കണ്ട സമയത്ത്. നിങ്ങൾ ഇവിടെ ആലോചിക്കുന്നത് സ്വന്തം ഭാര്യ താൻ തന്നെ വരുത്തി വെച്ച കടം കാരണം ഇപ്പുറത്ത് സ്ട്രഗിൾ ചെയ്യുമ്പോൾ അപ്പുറത്ത് ഇങ്ങേരെ ഓർക്കസ്ട്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. അതിനെ കുറിച്ച് ഇങ്ങേര് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു. എവിടെയായിരുന്നു ഇത്രയും നാൾ? ആക്ച്വലി ഞാൻ ദുബായിലായിരുന്നു. ഞാൻ എക്കോസ് എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഒരു ടീമുണ്ട് എനിക്ക്. അപ്പോൾ അത് ഞാൻ 2016 സ്റ്റാർട്ട് ചെയ്ത്
2014 സ്റ്റാർട്ട് ചെയ്ത ശേഷം ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ പ്രളയം വന്നു. അപ്പം നമ്മൾ പുതിയതായിട്ട് ഓർക്കസ്ട്ര സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ. അപ്പം നമുക്കൊക്കെ പ്രോഗ്രാം കുറഞ്ഞ സമയത്ത് ദുബായിൽ ഷാർജയിലുള്ള നമ്മുടെ ഒരു കസിനും ഫ്രണ്ടുമായ ജസ്റ്റിൻ ഇങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടി എന്നെ വിളിക്കുന്നു. അങ്ങനെ ഞാനൊരു വിസിറ്റ് മിസ്സൊക്കെ ഞാനിങ്ങനെ കയറി പോയതാണ്. നാട്ടിലായിരുന്നു എക്കോസ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്? നാട്ടിൽ 2016 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഓണത്തിന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഒരു പ്രളയമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പം നമുക്ക് പ്രോഗ്രാം ഇല്ലതായി. അപ്പം മെയിൻ ആയിട്ടുള്ള ഓർക്കസ്ട്രക്കാർക്കൊക്കെ പരിപാടിയായപ്പം ഞാൻ ആകെ ടെൻഷനായിപ്പോയി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അപ്പോൾ ഇങ്ങനെ ഒരു ഓഫർ അവിടെ നിന്ന് വന്നത്. അപ്പോൾ അവിടെ ഏതോ കമ്പോസറുകാരൻ എൻ്റെ ഇല്ല, അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ 1-2 പരിപാടിക്ക് വായിക്കാൻ വേണ്ടി എന്നെ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോയതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ വലിയ കുഴപ്പമില്ലെന്ന് തോന്നി. നമുക്കറിയാവുന്ന കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, സാൻഡി, ബിന്നിൽ. അപ്പം അങ്ങനെ ഞാൻ അവിടെ നിന്ന്. അങ്ങനെയാണോ ദുബായിക്ക് പോകുന്നത്? അങ്ങനെ പോകുന്നത്. അപ്പോൾ അങ്ങനെ പോയി അവിടെ പോയി നിന്ന് ഒരു 3 മാസം വിസിറ്റ് മിസ്സായി. അപ്പോൾ അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പം അത്യാവശ്യം നമുക്ക് പരിപാടിയൊക്കെ ആയി. അപ്പോൾ അവിടെ നല്ലൊരു കളവായി. ഇപ്പം നല്ല ഈവൻറ്റിൻ്റെ പരിപാടിക്കൊക്കെ നമ്മൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ നിന്നുപോയി. അവിടെ എന്തായിരുന്നു ജോലി? ഇത് തന്നെയായിരുന്നു? മ്യൂസിക് ഫീൽഡ്, കമ്പോസർ വായിക്കുന്നത്. ഞാൻ റിതം പാഡ്രം വായിക്കുന്നുണ്ട്, റിതം പ്രോഗ്രാമറാണ്. അങ്ങനെ അവിടെ അങ്ങനെ നിന്നു. അതെ, അവിടെ അങ്ങനെ നിന്ന് അടിച്ചു പൊളിച്ച് അങ്ങോട്ട് ജീവിക്കാൻ തുടങ്ങിയില്ലേ. ഇപ്പോഴത്തെ ഭാര്യ എന്ത്, കുട്ടികൾ എന്തെന്നുള്ള ചിന്തയേ ഇല്ല എന്നുള്ളതാണ്. സമ്മതിച്ച് കേട്ട് നിങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റണം എന്നുള്ളതാണ്. നിങ്ങളൊക്കെ പോലെ അവൻ കൊദ്യമാണ്. കാരണം മേലും കീഴും നോക്കണ്ടല്ലോ. കുടുംബം എന്ത്, കുട്ടികൾ എന്ത്, ഭാര്യ എന്ത്, സ്വന്തം ജീവിതം നോക്കി അങ്ങോട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുക. ഓർക്കസ്ട്രയും പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ ജീവിച്ച് പോവല്ലേ. എന്താ ഹാപ്പി ലൈഫില്. എന്തായാലും ഇതിനെല്ലാം ഇടയിൽ ഇങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഗൾഫ് നിർത്തി നാട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കേട്ടോ. അങ്ങനെ നിന്ന് അപ്പോൾ അങ്ങനെ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കിപ്പം ഇങ്ങനെ പെട്ടെന്നൊരു ബ്ലോക്ക് വന്നു. ഒരു ഹാർട്ടിൻ്റെ ഒരു 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ തിരിച്ചു പോന്നു, നാട്ടിൽ വന്നു. ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 1.5 വർഷത്തോളമായി. അപ്പോൾ വീണ്ടും നമ്മൾ എക്കോസ് ഒന്ന് പുതുക്കി തീരുമാനിച്ചു. വേറൊരു കുപ്പിലോട്ടൊന്ന് ഒഴിച്ച് നമ്മൾ പുതിയൊരു രീതിയിൽ അങ്ങ് ഇറക്കി. അപ്പോൾ എത്ര നാളുണ്ടായിരുന്നു ദുബായിൽ? ഞാനൊരു 5-7 കൊല്ലത്തോളം ഉണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് ഈ ബ്ലോക്ക് വന്നപ്പോഴാണ് നാട്ടിലേക്ക് വന്നത്. വർഷത്തിൽ അവിടേക്ക് വരുമായിരുന്നു നാട്ടിൽ. അപ്പോഴൊക്കെ എൻ്റെ ഒരു മനസ്സിൽ ഇതാണ് നമ്മുടെ ഒരു ഇങ്ങനെ എക്കോസ് തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നാട്ടിൽ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നൊക്കെ ആഗ്രഹിച്ച് നിന്ന സമയത്തൊക്കെയാണ്. പിന്നെ അങ്ങനെ ഒരു പ്രോഗ്രാം പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ പെട്ടെന്നൊരു ഭയങ്കര പെയിനൊക്കെ വന്ന് അങ്ങനെ അവിടെ നിന്ന്. അപ്പം ഞാൻ ഡോക്ടറെ പോയി കണ്ടു, സംസാരിച്ച്. അപ്പം ബ്ലോക്കാണ്. അപ്പം പിന്നെ ഞാൻ തിരിച്ച് നാട്ടിലോട്ട് വന്നു. ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ് ഞാൻ ആക്ച്വലി. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ജയപ്രാശ് ഡോക്ടറെ കാണിക്കുന്നത്. അപ്പൊ ഇനി തിരിച്ച് ദുബായിക്ക് പോകണില്ലാന്ന് തീരുമാനിച്ചോ? ഉടനെ പോകാനുള്ളൊരു മൂഡിലല്ല ഇപ്പം. കാര്യം നമ്മുടെ ഹെൽത്തൊക്കെ പ്രശ്നമാകുമല്ലോ. നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പം ബാച്ചിലായിട്ടുള്ള ജീവിതമൊക്കെ ആകുമ്പോൾ നമ്മൾ ഇതിന്റെ കറക്റ്റ് മരുന്നൊക്കെ കഴിച്ച് കറക്റ്റ് പോകണം. അതാണ് ചികിത്സന്റെ ആവശ്യം ഉണ്ടായതുകൊണ്ടാണ്. ഇല്ലായിരുന്നുണ്ടെങ്കിൽ മൂപ്പര് ഗൾഫിൽ തന്നെ അങ്ങോട്ട് കൂടിയതിനെ. അതാണല്ലോ മൂപ്പർക്ക് കുറച്ച് സൗകര്യം, സുഖ ജീവിതമല്ല അവിടെ. സമ്മതിച്ചെന്ന് കേട്ടോ മനുഷ്യ നിങ്ങളൊക്കെ. ഇനി ഈ പറയുന്ന മഞ്ജു പത്രോസുമായി പിരിഞ്ഞോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ മൂപ്പര് ഒരു ക്ലാരിഫിക്കേഷൻ നൽകുന്നുണ്ട്. നമ്മളെല്ലാം കൂടി കണ്ടോക്കാം. എല്ലാവർക്കും ചോദിക്കാനുള്ള ഒരു ചോദ്യം അതായിരുന്നു, എന്താണ് നിങ്ങൾ വേർപിരിഞ്ഞോ? ഇല്ല, ഞങ്ങൾ ഇതുവരെ ഡൈവോഴ്സ് ആയിട്ടില്ല. ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല. ഇല്ല, ബ്ലാക്ക് കിസ് എന്ന് പറഞ്ഞ ചാനൽ മഞ്ജുവും സിമിയും കൂടെ തുടങ്ങിയ ചാനൽ. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാനുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ പുറത്തു പോകുന്നത്, ദുബായിക്ക് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് സുഖ ജീവിതം തന്നെ, വേറൊന്നുമില്ല. ഇനി ഇവര് തമ്മിൽ ഒഫീഷ്യലി ഡിവോഴ്സ് ആയിട്ടില്ല എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. അത് മഞ്ജു പത്രോസും പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവര് തമ്മിൽ പിരിഞ്ഞാണ് താമസിക്കുന്നത്. അത് പിന്നെ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. പ്രത്യേകിച്ച് അതിന്റെ കാരണം ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി കാണുമല്ലോ. എനിവേ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. മെയിനായിട്ട് ഇന്റർവ്യൂ ഉടനീളം ഇങ്ങനെയുടെ ഓർക്കസ്ട്രയും അതിന്റെ ഭാവി കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഇങ്ങനെ അവസാനം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും അന്ന് കണ്ടുനോക്കാം. ചേട്ടാ, പിന്നെ ചേട്ടന്റെ ലൈഫിൽ ഇപ്പം ഇത്രയും ജീവിതാനുഭവങ്ങളുടെ ഇടയിൽ പഠിച്ചൊരു പാഠം എന്തായിരിക്കും? ലൈഫിൽ നിന്ന് പഠിച്ചൊരു പാഠം? അതെല്ലാവരും പറയുന്നതല്ലേ. ഇപ്പൊ നമ്മളെല്ലാവരും പറയുന്ന പാഠം തന്നെ, ആരെയും വിശ്വസിക്കരുതെന്ന് എല്ലാവരും പറഞ്ഞൊരു പാഠമല്ലേ. ഞാനായിട്ട് ഞാൻ അതെന്നെ മുടക്കാന്ന്. അതന്നെയാണോ? അതല്ല, എന്ത് പാഠമാണ് ഞാൻ പറയുന്നത്? അതിന് മാത്രം പറയാൻ മാത്രമുള്ളൊരു സംഭവമൊന്നും എനിക്കില്ല. അതെ, അങ്ങനെ പറയാൻ മാത്രം പ്രത്യേകിച്ചൊന്നും ഇല്ല. അതിന് മാത്രം ജീവിതാനുഭവം വേണ്ടേ? സ്വന്തം ഭാര്യയെ കടക്കണിയിലേക്ക് തള്ളി വിട്ടിട്ട് ദുബായിൽ പോയി അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തോന്ന് ജീവിതപാഠം പറയാനാണ്. എന്നാലും ബാക്കിയോട് പറഞ്ഞാട്ടെ. ഈ ശരിക്കും സത്യമുള്ള കാര്യമാണോ ആരെയും വിശ്വസിക്കരുത്, അമിതമായി ആരെയും വിശ്വസിക്കരുത് എന്നുള്ളത്? ചേട്ടൻ അത് ലൈഫിൽ എത്രത്തോളം ഇതായിട്ടുണ്ട്? വിശ്വസിക്കുന്ന കാര്യത്തിലൊന്നും അല്ലെന്നേ. നമ്മൾ ഒരാളെ വിശ്വസിക്കുന്നു, അവര് നമ്മളെ വിശ്വസിക്കുന്നു, നമുക്ക് വിശ്വാസമാകണം. അതാണല്ലോ മെയിൻ. അതെ അതെ. ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട്, അപ്പൊ ഞാൻ വിശ്വസിക്കുന്ന ഓക്കെയാണ്. തിരിച്ചും അത് ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്നും അറിയണ്ടേ, അത്രേ ഉള്ളൂ. അല്ലാതെ
അതെ, വിശ്വാസം മാത്രം കൊടുത്താൽ പോരാ. വിശ്വാസം ഊങ്ങി തിന്നാലൊന്നും ജീവിക്കാൻ പറ്റൂല. ഒരു പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ ആ കെട്ടിയ പെണ്ണിന് മര്യാദയ്ക്ക് ജീവിക്കാനുള്ള സാഹചര്യം കൂടി ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ മാത്രമേ കെട്ടിയ പെണ്ണാണെങ്കിലും സ്വന്തം കുടുംബമാണെങ്കിലും തിരിച്ച് നിങ്ങളെ വിശ്വസിക്കത്തുള്ളൂ. അല്ലാതെ ഇതൊന്നും ചെയ്തു കൊടുക്കാതെ ഞാനൊരു വ്യക്തിയെ നന്നായി വിശ്വസിക്കുന്നുണ്ട്, അവരെനിക്ക് തിരിച്ചൊന്നും തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എന്തായാലും ഇങ്ങനെ നീളുന്നു സുനിച്ചന്റെ വാക്കുകൾ എന്ന് പറയുന്നത്. ഇനി ഇതിനിടയ്ക്ക് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മഞ്ജു പത്രോസ് പുതിയൊരു വീട് എടുത്തത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അന്ന് മഞ്ജു പത്രോസ് കൈരളി ടിവിയിൽ കൊടുത്തൊരു ഇന്റർവ്യൂവിൽ ഇത് ഞാൻ ഒറ്റയ്ക്കെടുത്ത വീടാണെന്നുള്ള ഒരു പരാമർശം നടത്തുന്നുണ്ട്. അന്ന് അത് വൻ വിവാദമായി മാറിയിട്ടുണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് ഇവിടെ പ്ലേ ചെയ്യാം. ഞാൻ വെച്ച വീട്, ഞാൻ ഭയങ്കര അഭിമാനത്തിൽ പറയും, ഞാൻ വെച്ച വീട്ടിൽ ഒറ്റയ്ക്ക് വെച്ച വീടാ. ഒറ്റയ്ക്ക് തന്നെ പാവം എന്റെ അപ്പയുടെയും ഒക്കെ പിന്നെ എന്റെ ഫ്രണ്ട്സ് കുറേ പേര് എന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. ഓക്കെ, ഇതിന്റെ കമന്റ് ബോക്സിൽ പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്റെ മോള് സുനിച്ചന്റെ പേര് വിട്ടുപോയോ എന്നുള്ള രീതി. ഞാൻ ആ കമന്റ്സ് ഒന്ന് വായിച്ചുതരാം. മോള് സുനിച്ചനെ നീ മറക്കരുത്, ഇവിടെ ഇരിക്കാൻ കാരണം സുനിച്ചനാണ്, അത് മറക്കരുത്. എന്ത് തേങ്ങാക്കോട് ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇത് മാത്രം എന്താണ് സുനിച്ചൻ ചെയ്തു കൊടുത്തിട്ടുള്ളത്? സ്വന്തം ഭാര്യയെ കടക്കണിയിലേക്ക് തള്ളി വിട്ടിട്ട് ഗൾഫിലേക്ക് മുങ്ങിയതോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കാണ്. മോൾ ഇവിടെ ഇരിക്കാൻ കാരണം സുനിച്ചനാണ് പോലും. പറഞ്ഞേ ശരിയാണ്. സുനിച്ചൻ ഇങ്ങനെയൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ രീതിയിലൊന്നും മഞ്ജു പത്രോസ് എത്തില്ലായിരുന്നു. ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയായിട്ട് എവിടെയെങ്കിലൊക്കെ ഒതുങ്ങി കൂടിയേനെ. ഇതിപ്പോ ഭർത്താവ് ഇങ്ങനെ ഒരുപാട് സ്ട്രഗ്ലിംഗ് ലൈഫ് തന്നത് കൊണ്ടാണല്ലോ ഈ പറഞ്ഞ മഞ്ജു പത്രോസിന് ഇത്രയും അച്ചീവ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. ആ രീതിയിൽ നോക്കുമ്പോൾ മഞ്ജു പത്രോസ് ഇവിടെ ഇരിക്കാൻ കാരണം സുനിച്ചൻ തന്നെയാണ്. എന്തായാലും അടുത്ത കമന്റ് വെച്ച് നോക്കാം. ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്തില്ലേ? സുനിച്ചനെ വെച്ച് ബാക്കിയുള്ളവർ ഹെൽപ്പ് ചെയ്ത് ഒറ്റയ്ക്ക് വെച്ച വീട്, സുനിച്ചൻ ഹെൽപ്പ് ഇല്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്ക് അഭിമാനത്തോടെ വെച്ചത്, ഇങ്ങനെയൊക്കെ നീളുന്നു കമന്റ് ബോക്സ്. പലരും ചോദിക്കുന്നത് ഈ വീട് വെച്ചതിൽ എന്തുകൊണ്ട് സുനിച്ചനോട് നന്ദി പറയുന്നില്ല എന്നുള്ളതാണ്. അതിന് ഈ വീട് വെക്കാൻ സുനിച്ചൻ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ നൽകിയിട്ട് വേണ്ട നന്ദി പറയാൻ. ഞാൻ കൂട്ടത്തിൽ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഇനി നമ്മൾ നേരത്തെ റിയാക്ട് ചെയ്ത് സുനിച്ചന്റെ ഇന്റർവ്യൂവിന്റെ കമന്റ് ബോക്സിൽ പലരും പല രീതിയിലും കമന്റ് ചെയ്യുന്നുണ്ട്. അതിൽ പലരും ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ നിങ്ങൾ മഞ്ജു പത്രോസുമായി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതെല്ലാം പരിഹരിച്ച് ഒന്നായിക്കൂടെ എന്നൊക്കെയാണ്. അങ്ങനത്തെ ഒരു കമന്റ് ഞാൻ വായിച്ചുതരാം. പാവം സുനിച്ചൻ, മഞ്ജു ചേച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ എന്ത് വിഷയമാണെങ്കിലും പരസ്പരം ക്ഷമിച്ച് നിങ്ങൾ മോനുമായി ഒരുമിച്ച് ജീവിക്കും. ഞങ്ങൾ പ്രേക്ഷകരുടെ വലിയ ആഗ്രഹം അതാണ്. അതൊരിക്കലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഭർത്താവ് കാരണം ഒരുപാട് സ്ട്രഗ്ലിംഗ് ലൈഫിലൂടെ കടന്നു പോയ ഒരു അഭിമാനിയായ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവരിനി ഭർത്താവുമായി ഒന്നിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇവർ തമ്മിൽ ഒന്നിക്കാത്തതാണ് എന്തുകൊണ്ടും നല്ലത്. എന്തായാലും ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാഠമുണ്ട്. മര്യാദയ്ക്ക് പെണ്ണ് നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ പെണ്ണ് കെട്ടാൻ നിൽക്കരുത്. എന്തായാലും മഞ്ജു പത്രോസിനെ പോലുള്ള ഒരു സ്ട്രഗ്ലിംഗ് ലൈഫ് ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക് വീണ്ടും കാണാം.